ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്. നമുക്ക് ഗ്ലോബൽ വില്ലേജിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ലുക്കിമത്താണ് കഴിച്ചത്. ആ ഗ്ലോബൽ വില്ലേജിലത്തെ അറബിക് ഒരു സാധനമാണ്. അപ്പോൾ അത് നല്ല ചൂടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്നും ആയുള്ളി. പിന്നെ പൊന്നു അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ 2 കോസ്റ്റ്യൂം ഇട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചുറോസ് ആയിരുന്നു. അതിൻ്റെ കൂടെ 2 ഡിപ്പായിരുന്നു ഉണ്ടായിരുന്നത്, പിസ്താഷ്യോ പിന്നെ കാരമൽ. പിന്നെ ഞങ്ങൾ മോച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓക്കെ സാധനമായിരുന്നു. പപ്പാക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലത്തെ മാങ്ങ എനിക്ക് ഇഷ്ടപ്പെട്ടു, റൈസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രൂട്ട് ഷേപ്പുള്ള ഐസ്ക്രീം ഞങ്ങൾ മാംഗോ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറേ അതിൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തങ്കുല് ഞങ്ങൾ മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലുണ്ടാക്കാൻ. പക്ഷേ അത് ഫെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രോബെറി മാത്രമായിട്ടുള്ളായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വേണ്ട കണ്ടിട്ടില്ലേ, മോയ്സ്ചറൈസിംഗ് ക്രീമിലൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഷിയ ബട്ടർ. ഇത് ഞങ്ങൾ ലെബനൻ പവലിയനിൽ പോയതായിരുന്നു. ഇതുപോലെ തന്നെ കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാ പവലിയനിലും വിസിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും പോകാനൊന്നും പറ്റിയില്ല, പക്ഷേ അത്യാവശ്യം എല്ലാത്തിലും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആഫ്രിക്കൻ പവലിയനാണ് കേട്ടോ. അവിടുത്തെ രസമുണ്ടായിരുന്നു, അവിടുത്തെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ തക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവിടെ ഒരു കുട്ടിയെ ബബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വട്ടം കറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു. അവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മസിൽസ് ഉണ്ടായിരുന്നത്. പക്ഷേ പപ്പ പറഞ്ഞത് അത് പുളിയാണ്, അപ്പോൾ ഞങ്ങൾ മേടിച്ചില്ല. ദുബായ്ക്ക് വരണമെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ വരണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ടും ഇത് തന്നെയായിരുന്നു പണി, കുറേ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അങ്ങനെ ഫൈനലി ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഈ ബിസ്കോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞിട്ടാണ്ടോ മേടിച്ചത്, പക്ഷെ ഞങ്ങളാണിത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാരമൽ ഫ്രാപ്പ് അങ്ങനത്തെ ഒരു സാധനമായിരുന്നു, മുകളിൽ തിരമിസൊക്കെ വെച്ചിട്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഗ്ലോബൽ വില്ലേജ് പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളൊരു 5 to 10 ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ബ്രേസ്ലെറ്റ്സൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ചാടിക്കയറി. 5 to 10 ഞങ്ങളുടെ മെയിൻ സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ബ്രേസ്ലെറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുർക്കിഷ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തുർക്കി പവലിയനിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ പൊളി സാധനം. ക്രോസൻറ്റിൻ്റെ ഉള്ളിൽ ബീഫ് പാറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ബീഫ് കഴിക്കാത്തതാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങൾ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ട് വെക്കുമായിരുന്നു. അങ്ങനെ ലിസ്റ്റ് ഇട്ട ഫുഡൊക്കെ ആയിരുന്നു ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതെന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഭയങ്കര വർത്തായിരിക്കും. ഒരു 5 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവർ പൂട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.